അല്പസമയം മുൻപ് വന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ആദ്യം കടക്കുന്നു. ലഡാക്കിലെ സംഘർഷത്തിൽ സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക് അറസ്റ്റിലായിരിക്കുന്നു. പ്രകോപന പ്രസംഗം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി ലഡാക്ക് പോലീസാണ് ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. നേരത്തെ തന്നെ അജീഷ്, ഇത്തരത്തിൽ വാങ്ചുക്കിനെതിരെയാണ് കേന്ദ്രത്തിന്റെ നീക്കമെന്ന സൂചനകളും വാർത്തകളും ഒക്കെ വന്നിരുന്നു. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ സോനം വാങ്ചുക് ശ്രമിച്ചു എന്നൊക്കെയുള്ള ആരോപണം ആഭ്യന്തര മന്ത്രാലയം തന്നെ നടത്തുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. അതിപ്പോൾ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. എന്തൊക്കെ കുറ്റങ്ങൾ പറഞ്ഞാണ് ഈ നടപടി? പ്രജിൻ, എന്തായാലും ഈ അറസ്റ്റിന്റെ കൂടുതൽ വിവരങ്ങൾ ഇനി പുറത്തു വരേണ്ടതുണ്ട്. ഈ ലേയിൽ നിന്നാണ് സോനം വാങ്ചുക്കിനെ ലഡാക്ക് പോലീസ് അറസ്റ്റ് ചെയ്തത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്ത് വരുന്നത്. നേരത്തെ തന്നെ ഈ അറസ്റ്റ് ചെയ്യുമെന്നുള്ളൊരു സൂചനകൾ പുറത്ത് വന്നിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ലേയിൽ വെച്ച് സോനം വാങ്ചുക്കിനെ ലഡാക്ക് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രകോപനപരമായിട്ടുള്ള പ്രസംഗങ്ങൾ നടത്തി അക്രമം അഴിച്ചുവിടാൻ പ്രകോപിച്ചു തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ അക്രമം ഉണ്ടായ ആ പശ്ചാത്തലത്തിൽ അന്ന് വൈകിട്ട് തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ സോനം വാങ്ചുക്കാണ് ഇതിന് സൂത്രധാരൻ എന്ന തരത്തിൽ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. ഈ അന്ന് അക്രമത്തിന് കാരണമായ രീതിയിൽ ഈ അറബ് വസന്തം, ഒപ്പം തന്നെ നേപ്പാളിലെ ജൻസി പ്രതിഷേധം തുടങ്ങിയ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗമാണ് ഈ അക്രമങ്ങൾക്ക് കാരണമായത്. അത് മാത്രമല്ല, ഈ അക്രമ സംഭവങ്ങൾ നടക്കുമ്പോൾ ഇത് തടയാൻ സോനം വാങ്ചുക് ഒന്നും ചെയ്തില്ല. ഈ സമയം ഇയാൾ സമരം അവസാനിപ്പിച്ച് സ്വന്തം ഗ്രാമത്തിലേക്ക് മടങ്ങി എന്നുള്ളതാണ് വാർത്താക്കുറിപ്പിൽ ആരോപിച്ചിരുന്നത്. മാത്രമല്ല, ഈ കേന്ദ്ര സർക്കാരിന്റെ ഈ ആരോപണത്തെ നേരത്തെ തന്നെ സോനം വാങ്ചുക് തള്ളിയിരുന്നു. കാരണം അദ്ദേഹം പറഞ്ഞത്, അന്ന് ഈ അക്രമ സംഭവങ്ങൾ ഉണ്ടായപ്പോൾ ലഡാക്കി ഭാഷയിലും ഹിന്ദി ഭാഷയിലും നിങ്ങൾ സമാധാനപരമായി സമരം ചെയ്യണമെന്നും ഈ അക്രമ സംഭവങ്ങൾ വെടിവെച്ച് കേട്ടപ്പോൾ അക്രമ സംഭവങ്ങൾ ഉപേക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതായും സോനം വാങ്ചുക് അന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം പറഞ്ഞിരുന്നു തന്നെ അറസ്റ്റ് ചെയ്യാനാണെങ്കിൽ അറസ്റ്റ് ചെയ്തോട്ടെ എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്തായാലും അതിന് പിന്നാലെ ഈ CBI, ED അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ സോനം വാങ്ചുക്കിന്റെ NGOയുമായി ബന്ധപ്പെട്ട കേസുകൾ അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അദ്ദേഹത്തിന്റെ NGO വിദേശ ധനസഹായം സ്വീകരിച്ചതിന് അദ്ദേഹത്തിന്റെ ലൈസൻസ് കട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിലടക്കം സോനം വാങ്ചുക്ക് നേരത്തെ വിശദീകരണം നൽകുകയും ചെയ്തിരുന്നു. അതായത്, വിദേശത്ത് നിന്ന് താൻ ധനസഹായം വാങ്ങിയിട്ടില്ല, പക്ഷേ UN അടക്കമുള്ള സംഘടനകളുമായി ബന്ധപ്പെട്ട് താൻ ബിസിനസ് ചെയ്തിരുന്നു. അവിടെ നിന്ന് പണം തന്റെ സംഘടനയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അത് തെറ്റിദ്ധരിച്ചതാകാം ഇത്തരത്തിലുള്ള ഒരു നടപടിക്ക് കാരണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിശദീകരണം. അതിന് പിന്നാലെ ഈ അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ള സൂചനകൾ പുറത്തു വന്നപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞത്, താൻ ഇടപെട്ടിരുന്നു, കൃത്യസമയത്ത് തന്നെ ഇടപെട്ടിരുന്നു, താൻ സമരം അവസാനിപ്പിച്ച് വേദി വിട്ടു പോയില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ സോനം വാങ്ചുക് തന്നെ വിശദീകരിക്കുകയുണ്ടായി. അറസ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ അറസ്റ്റ് ചെയ്തോട്ടെ, ഒരു നല്ല കാര്യത്തിന് വേണ്ടി സമരം ചെയ്തതിനാണ് അറസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു മറുപടിയായിരുന്നു സോനം വാങ്ചുക് നടത്തിയത്. എന്തായാലും കേന്ദ്ര സർക്കാർ ഈ സോനം വാങ്ചുക്കിനെയാണ് ഒന്നാം പ്രതിസ്ഥാനത്ത് നിർത്തുന്നത്. ഈ അക്രമ സംഭവങ്ങൾ, അന്ന് 4 പേരുടെ ജീവൻ നഷ്ടമായി, 50-ലധികം പേർക്ക് പരിക്കേറ്റു, 30 CRPF ജവാന്മാർക്കും ഈ അക്രമ സംഭവങ്ങളിൽ പരിക്കേറ്റു. അന്ന് BJP ഓഫീസ് അടക്കം ആക്രമിച്ചു തുടങ്ങിയ കുറ്റങ്ങളായിരുന്നു അന്ന് BJP പ്രവർത്തകർ തന്നെ ഉന്നയിച്ചത്. ചില വീഡിയോകളടക്കം അന്ന് തന്നെ പുറത്തു വിട്ടിരുന്നു. അന്ന് കോൺഗ്രസിനെയും ഈ സോനം വാങ്ചുക്കിനെയും പ്രതിചേർത്തുള്ള പ്രചാരണമാണ് BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയത്. കൂടാതെ കേന്ദ്ര സർക്കാരും ലഡാക്കി ഭരണകൂടവും കൂടി ഇദ്ദേഹത്തിനെതിരെ തിരിഞ്ഞതോടെ അറസ്റ്റ് ഏതാണ്ട് ഉറപ്പിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് ഈ ലേയിൽ വെച്ച് ഈ സോനം വാങ്ചുക്കിനെ ലഡാക്ക് പോലീസ് അറസ്റ്റ് ചെയ്തത്. ശരി, അജീഷ് ജയകുമാറാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.